السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا وصحبه മുഹമ്മദ്. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ ചൈതന്യത്തിൻ്റെ പ്രോജ്വല പ്രതീകമായ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിലെ പ്രമുഖരായ സാദാത്തുക്കൾ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ, ഹമീദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളെ, ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ആലിമീങ്ങളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എറണാകുളത്തെ സമ്മേളനം കഴിഞ്ഞാൽ അവരിങ്ങനെ വിറച്ച് ചാകും എന്ന് പറഞ്ഞവർക്ക് കണ്ണുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കാം, കാതുണ്ടെങ്കിൽ കേൾക്കാം, ഹൃദയമുണ്ടെങ്കിൽ ചിന്തിക്കാം. പക്ഷെ ഈ മൂന്ന് ഘടകവും നിങ്ങൾക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. കണ്ണുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്ത് കാണാൻ കഴിയണ്ടേ? മുൻ പ്രധാനമന്ത്രി നരസിംഹറാവു അദ്ദേഹം നരസിംഹറാവു അല്ല, VP സിംഗ്, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ഒരു ഇന്റർവ്യൂ, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിക്കണം. അദ്ദേഹം കുറേയേറെ പറഞ്ഞു. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം എന്റെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. പത്രക്കാർ ചോദിച്ചു, ഇത് നേരെ വിരുദ്ധമാണല്ലോ, പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം ചൈതന്യ പുഷ്കരമല്ലേ? അയാൾ പറഞ്ഞു, നോ, അല്ല, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് RSSകാരുടെ പിന്തുണയോടെയാണ്. അങ്ങനെ ഒരു നിർഭാഗ്യം എനിക്കുണ്ടായി. ആ ഉറച്ച മതേതര ചിന്തയുള്ള പ്രധാനമന്ത്രി പറഞ്ഞു, മുൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഗുജറാത്തിന്റെ മണ്ണിൽ എന്റെ പാവപ്പെട്ട മുസ്ലിം പെങ്ങൾ, അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവർ പരസ്യമായി അവരെ വെട്ടിനുറുക്കി കഷ്പലന്മാർ, ഗർഭപാത്രം വെട്ടിപ്പിളർത്തി നിഷ്കളങ്കതയുടെ നിറകുടമായ പിഞ്ചു പൈതലിനെ കുത്തിയെടുത്തു. ആ ചോരക്കുഞ്ഞിനെ ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പിറന്നു എന്ന ഏക കാരണത്താൽ അവർ കുന്തത്തിൽ കുത്തിയുയർത്തി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു. ആ സംഭവത്തിന് ശേഷം RSSകാരന്റെ പിന്തുണയോടെ രാജ്യം ഭരിക്കേണ്ടി വന്ന എനിക്ക് കടുത്ത ദുഃഖമാണ് എന്ന് VP സിംഗ് പറഞ്ഞു. ഞാൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ, ആ ഗുജറാത്തിനെ കാണാൻ കഴിയാത്തവർക്ക് എന്തിനാണ് കണ്ണു? ഗുജറാത്തിലെ 10,000ങ്ങളുടെ ദീനരോധനം കേൾക്കാൻ കഴിയാത്തവർക്ക് എന്തിനാണ് കാത്? അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, കണ്ണും കാതും വർക്ക് ചെയ്യാത്ത ആളുകളെ പറ്റി, ഉലായിക്കൽ അനാമി ബൽഹും അവല്ലോ. അത് നിങ്ങളെ പറ്റിയല്ലേ? കണ്ടാമൃഗത്തെ തോൽപ്പിക്കുന്ന തൊലിക്കട്ടിയാണ്. കണ്ടാമൃഗം നിങ്ങളുടെ മുമ്പിൽ തൊപ്പിയിടും. ഞാൻ പറയുന്നു, കണ്ടാമൃഗത്തെ കണ്ടു കിട്ടിയാൽ അതിന്റെ കഴുത്തിൽ ഖമറുൽ ഉലമ എന്ന് എഴുതിയിട്ട് ഒരു ബോർഡ് തൂക്കലാന്നല്ലത് ഈ കാലഘട്ടത്തിൽ. അതിനെ തോൽപ്പിക്കാൻ ഈ പണ്ഡിത വേഷധാരികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഈ പണ്ഡിത വേഷധാരികളുടെ കണ്ണ് നരേന്ദ്രമോദിയുടെ പണസഞ്ചിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുജറാത്തിനെ കാണാൻ കഴിയാതിരുന്നത്. വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ഞങ്ങൾക്ക് ലജ്ജയുണ്ട് ഈ കാര്യത്തിൽ. പണ്ഡിതന്മാർ കാലഘട്ടത്തിനനുസരിച്ച് പ്രതികരിക്കാൻ ബാധ്യസ്ഥരാണ്. ബഹുമാനപ്പെട്ട ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ സമ്പത്താണ് പലരുടെയും ആഗ്രഹം. ഇത് സുന്നത്ത് ജമാഅത്താണ്, മറ്റത് സമ്പത്ത് ജമാഅത്താണ്. അത് കർണാടകയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എവിടുന്നാണ് വാഹനം കൊണ്ടുവന്നത്? ജർമ്മനിയിൽ നിന്നാണ് കർണാടകയിൽ ജാഥ നടത്താൻ വാഹനം കൊണ്ടുവന്നത്. മാർപ്പാപ്പ മാത്രമേ ഇങ്ങനെ വാഹനം ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. ആ വാഹനമാണ് കൊണ്ടുവന്നത്. സമസ്തയെ നാം മനസ്സിലാക്കണം. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ വരക്കൽ മുല്ലക്കോയത്തുകൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്
SKSSF ഷെയ്ഖുന ശംസുൽ ഉലമ ഈ കാലഘട്ടത്തിലെ മഹാ അത്ഭുതമായിരുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ അവർക്ക് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. മറ്റൊരു സംഘടന 60ാം വാർഷികം നടത്തുന്നത് SYSന്റെ ആ സംഘടന ഉണ്ടാക്കിയെടുത്തതായി അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ മേനോൻ ഉണ്ടാക്കി ആ സമസ്ത ഉണ്ടാക്കിയിട്ട് 30 വർഷം പൂർത്തിയായിട്ടില്ല. ആ കുഞ്ഞിരാമൻ മേനോന്റെ സമസ്തയുടെ പോഷക സംഘടനക്ക് 60 വയസ്സ്. വാപ്പാനെക്കട്ടി വലിയ മകൻ. വാപ്പയ്ക്ക് 30 വയസ്സ്, മകന് 60 വയസ്സ്. 60ാം വാർഷികം നടത്താൻ നമ്മോട് മത്സരിക്കാൻ വരികയാണ്. ഞാൻ പറയുന്നു, ഈ സമസ്തയുടെ ബർക്കത്ത് അത് മഹാന്മാരായ ഉഹറവിയായ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ബർക്കത്താണ്. ആ ബർക്കത്തിനോട് മത്സരിക്കാൻ നിങ്ങൾ കഴിയില്ല. ഇതിന്റെ സ്ഥാപക കാലഘട്ടത്തിൽ മഹാനായ റയീസുൽ മുഹദ്ദിഖീൻ ഉസ്താദുൽ അസാത്തിദ് കണ്ടിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ അവர்கள் ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മുഷാവറ മീറ്റിംഗിൽ കണ്ടീസുകാരെ പറ്റി അറിയാവുന്ന ആളുകൾ പറയുന്നു, ജീവിതത്തിൽ ഒരു കറാഹത്തും ചെയ്തിട്ടില്ല. മലയാളത്തിലൊരു ഭാഷയുണ്ട്, സാധാരണ ഏറ്റവും നല്ലതിനെ പളുങ്ക് പോലെ പരിശുദ്ധമെന്ന് പറയും. കണ്ണീസ് ഉസ്താദിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, പളുങ്കിനേക്കാൾ പരിശുദ്ധൻ എന്ന് പറയേണ്ടി വരും. ആ കണ്ണീസ് ഉസ്താദാണ് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ അവர்கள் ഈ നൂറ്റാണ്ടിലെ ഒരു ഈ നൂറ്റാണ്ട് അത്ഭുതമാണ്. ഹാഫിദ് അബ്ദുൽ ഗഫാർ മൗലവി ശൈഖുനാ ശംസുൽ ഉലമയെ കുറിച്ച് പറഞ്ഞത്, ശംസുൽ ഉലമയെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സൗദി അറേബ്യയിലെ മുഫ്തിയായിരുന്ന ലോകപ്രശസ്തനായ പണ്ഡിത ശ്രേഷ്ഠൻ സയ്യിദ് മുഹമ്മദ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാപണ്ഡിതൻ ശൈഖുനാ ശംസുൽ ഉലമയുടെ വടി പിടിച്ചാണ് ചുംബിച്ചത്. വടിയുടെ നിലത്തൂന്നാണ് ചുംബിച്ചത്. ആരോ ചോദിച്ചു, നിങ്ങൾ എന്താണ് ശൈഖുനയുടെ വടി പിടിച്ച് ചുംബിച്ചത്? ആ മഹാപണ്ഡിതൻ പറഞ്ഞു, ഈ മനുഷ്യന്റെ കൈ പിടിക്കാൻ എനിക്ക് പേടിയാവുന്നു. അതിപ്പ് കേട് വിചാരിച്ചു. ഈ പിടിക്കാൻ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞത് ലോക പണ്ഡിത ശ്രേഷ്ഠനാണ്. 4 മദ്ഹബിലും ഫത്വ ഇറക്കുന്ന മുഫ്തിയാണ് സൗദി അറേബ്യ. ആ പണ്ഡിത ശ്രേഷ്ഠൻ ശൈഖുനാ ശംസുൽ ഉലമയുടെ കൈ പിടിക്കാൻ ഭയമായതിനെ പറ്റി അബ്ദുൽ ഗഫാർ മൗലവി പറഞ്ഞത്, ശൈഖുനാ ശംസുൽ ഉലമയെ തിരിച്ചറിയാൻ ആ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ശൈഖുനയുടെ കരം പിടിക്കാൻ ഭയപ്പെട്ടു പോയത്. ആ ശൈഖുനാ ശംസുൽ ഉലമയെ തിരിച്ചറിയാൻ കേരളീയ മുസ്ലിം കഴിഞ്ഞിട്ടില്ല എന്ന് അബ്ദുൽ ഗഫാർ മൗലവി, അദ്ദേഹം സമസ്തക്കാരനല്ല, ഹനഫി മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്, ഇപ്പോൾ തിരുവനന്തപുരം പള്ളിയിലെ ഇമാമാണ്. അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കുന്നു. ആ ശൈഖുനാ ശംസുൽ ഉലമയുടെ കറാമത്ത് കൊണ്ട് സ്ഥാപിക്കപ്പെടുകയും അതുകൊണ്ട് വളരുകയും പ്രോജ്വലമായ 25 വർഷം പൂർത്തിയാക്കി, അഭിമാനകരമായ 25 വർഷം പൂർത്തിയാക്കി, മനോഹരമായ ഭാവിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന SKSS എന്ന് കേരളത്തിലെ ഏറ്റവും മഹോന്നതമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് എല്ലാവിധ അഭ്യാവിദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.